ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്. നമ്മളെല്ലാവരും വാട്സാപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. വാട്സാപ്പിൽ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ വരാറുണ്ട്. ടെക്സ്റ്റ് മെസ്സേജുകളായിട്ടും ഫോട്ടോസായിട്ടും ചില മെസ്സേജുകൾ നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ ഫോണിൽ കീപ്പ് ചെയ്യേണ്ട മെസ്സേജുകളുണ്ടാവും. അതായത് നമുക്ക് ഒരിക്കലും നമ്മുടെ ഫോണിൽ നിന്ന് നഷ്ടപ്പെടാൻ പറ്റാത്ത മെസ്സേജുകളുണ്ടാവും. കൂടുതലായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണല്ലോ വാട്സാപ്പ്. ഫോൺ റീസെറ്റ് ചെയ്യുമ്പോഴും അതുപോലെ നമ്മൾ പുതിയ ഫോൺ വാങ്ങി വാട്സാപ്പ് അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുമ്പോഴൊക്കെ ഇതുപോലുള്ള മെസ്സേജുകൾ നമുക്ക് നഷ്ടപ്പെടാറുണ്ട്, അല്ലേ? മുമ്പ് വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഇതിനെന്താണ് പരിഹാരം? ഈ നമുക്ക് ആവശ്യമുള്ള ഈ മെസ്സേജുകളെല്ലാം ബാക്കപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വാട്സാപ്പിലുണ്ട്. അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വാട്സാപ്പിൻ്റെ റൈറ്റ് കോർണറിൽ നിങ്ങൾക്കൊരു 3 ഡോട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ഏറ്റവും താഴെ സെറ്റിങ്സ് എന്ന് കാണാം. ആ സെറ്റിങ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ കാണാം ചാറ്റ്സ് എന്നുള്ളത്. ചാറ്റ്സ് എടുക്കുക. എന്നിട്ട് അതിൽ താഴെ നിങ്ങൾക്ക് കാണാം ചാറ്റ് ബാക്കപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഫയൽസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം ഗൂഗിൾ നമുക്ക് തരുന്നുണ്ട്. അതിൽ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് എന്നാണ് പറയുക. ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് ഒരുപാട് ഫയൽസ് നമുക്ക് കീപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വാട്സാപ്പിലുള്ള നമ്മുടെ മെസ്സേജുകളെല്ലാം ഗൂഗിൾ ഡ്രൈവിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്ത് വെക്കുകയാണ്. അതിന് ഈ ഗൂഗിൾ ഡ്രൈവ് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. അതിൻ്റെ താഴെ ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ്, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ നെവർ എന്നുള്ളതായിരിക്കും. ഞാൻ എൻ്റെ സെറ്റിങ്സിൽ ഇപ്പോൾ നെവർ എന്നുള്ളതാണ്, അതായത് ബാക്കപ്പ് ചെയ്യേണ്ട എന്നുള്ളതാണ് ആ സെറ്റിംഗ്. ഇനി നിങ്ങൾക്ക് ഓൺലി വെൻ ഐ ടാപ്പ് ബാക്കപ്പ് എന്നുള്ളത് നിങ്ങൾ ഇവിടെ വന്ന് സെറ്റിങ്സിൽ വന്ന് ബാക്കപ്പ് എന്നുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്താൽ മതി എന്നുള്ളതാണെങ്കിൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എല്ലാ സമയം നമുക്ക് ഇവിടെ ഒന്നും ഇങ്ങനെ ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത് ഒന്നുകിൽ ഡെയിലി കൊടുത്താൽ ഡെയിലി ഗൂഗിൾ ഡ്രൈവ് അക്കൗണ്ടിലേക്ക് വാട്സാപ്പിലെ മെസ്സേജുകളെല്ലാം ബാക്കപ്പ് ചെയ്ത് വെക്കാം. അത് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അതിൽ നിങ്ങൾ ഏത് ജിമെയിൽ അക്കൗണ്ടാണോ നിങ്ങളുടെ ഫോണിൽ ലോഗിൻ ചെയ്തത് ആ ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്താൽ ആ അക്കൗണ്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ബാക്കപ്പ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ ഞാനിവിടെ ഡെയിലിയാണ് കൊടുത്തത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഡെയിലി വേണ്ട, നിങ്ങൾക്ക് വീക്ക്ലി ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വീക്ക്ലി കൊടുക്കാം, അല്ലെങ്കിൽ മന്ത്ലി കൊടുക്കാം. ഓക്കെ, ഡെയിലി ആണെങ്കിൽ എല്ലാ ദിവസവും ബാക്കപ്പ് ചെയ്യുന്നു, വീക്ക്ലി ആണെങ്കിൽ ഓരോ ആഴ്ച തോറും ബാക്കപ്പ് ചെയ്ത് വരും, ഇനി മന്ത്ലി ആണെങ്കിൽ എല്ലാ മാസം കഴിയുമ്പോഴും ബാക്കപ്പ് ചെയ്ത് വരും. ഇനി അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട്, ഇപ്പോൾ സപ്പോസ് വേറെ അക്കൗണ്ട് നിങ്ങൾക്കുണ്ട്, ആ അക്കൗണ്ടിലേക്കാണ്, അതിൻ്റെ ഗൂഗിൾ ഡ്രൈവിലേക്കാണ് നിങ്ങൾക്ക് മെസ്സേജുകൾ ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഏത് അക്കൗണ്ടിലേക്കാണോ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യേണ്ടത് ആ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം ബാക്കപ്പ് ഓവർ എന്നുള്ളത്, അത് സെലക്ട് ചെയ്യുക. 2 ഓപ്ഷൻസ് അവിടെ കാണാം, വൈഫൈ ഓർ സെല്ലുലാർ. നിങ്ങൾ ഫോൺ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത സമയത്ത് മാത്രം ബാക്കപ്പ് ചെയ്താൽ മതി എന്നുള്ളതാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം, വൈഫൈ. ഇനി അതല്ല, നിങ്ങളുടെ ഫോൺ വൈഫൈ ആയാലും അതുപോലെ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഓൺ ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യായിരിക്കും നല്ലത്, കാരണം ഒരുപാട് ഫോട്ടോസും മെസ്സേജുകളെല്ലാം നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അത്രയും ഡാറ്റ നിങ്ങൾക്ക്, മൊബൈൽ ഡാറ്റ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഓക്കെ, കൂടുതൽ മൊബൈൽ ഡാറ്റ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ കാണാം, അത് നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കുക. കാരണം വീഡിയോസ് എല്ലാം കൂടെ നല്ലൊരു സൈസ് ഉണ്ടാവും, അത്രയും മൊബൈൽ ഡാറ്റ നമുക്കത് ബാക്കപ്പ് ചെയ്യുന്നതോടുകൂടി അത്രയും മൊബൈൽ ഡാറ്റ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഇൻക്ലൂഡ് വീഡിയോസ് എന്നുള്ളത് സെലക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സെറ്റിങ്സ് ആണോ കൊടുത്തത്, ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളതിൽ ഞാനിപ്പോൾ ഇവിടെ വീക്ക്ലി എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ആഴ്ച കഴിയുമ്പോഴും ഞാനിപ്പോൾ ഇന്ന് കൊടുത്തതാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ വാട്സാപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് അത് എൻ്റെ ഗൂഗിൾ ഡ്രൈവിലേക്ക് മെസ്സേജുകളെല്ലാം ബാക്കപ്പ് ചെയ്തോളും. ടെക്സ്റ്റ് മെസ്സേജുകളും ഫോട്ടോസെല്ലാം ബാക്കപ്പ് ചെയ്തോളും. ഇനി അതല്ല, നിങ്ങൾക്ക് ഡെയിലി കൊടുത്താൽ ഓരോ ദിവസവും അത് ബാക്കപ്പ് ചെയ്തോളും. അത് നിങ്ങൾ ഇവിടെ വന്ന് ബാക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് വാട്സാപ്പ് തന്നെ നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ചെയ്തോളും. ഇനി നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ഫോൺ റീസെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്തു, അല്ലെങ്കിൽ പുതിയ ഫോൺ വാങ്ങിയിട്ട് വാട്സാപ്പ് അതിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ആ സമയത്തൊക്കെ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ വരും, അതായത് റീസ്റ്റോർ യുവർ മെസ്സേജസ് എന്നുള്ള ഓപ്ഷൻ കാണാം. റീസ്റ്റോർ ഫ്രം ഗൂഗിൾ ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻ കാണാം, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ് അതിൽ കാണിക്കും എത്ര സൈസാണുള്ളത്, നിങ്ങളുടെ ഫയൽ സൈസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ മെസ്സേജുകളെല്ലാം കൂടെ എത്രയാണുള്ളത് സൈസ് അവിടെ കാണിക്കും. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റീസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ അവിടെ കൊടുത്താൽ എല്ലാ മെസ്സേജുകളും ബാക്കപ്പ് ചെയ്ത് വെച്ച എല്ലാ മെസ്സേജുകളും നിങ്ങളുടെ വാട്സാപ്പിലേക്ക് വരുന്നതായിരിക്കും.
വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെയുള്ള സ്മാർട്ട് ഫോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.